എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് സുസ്വാഗതം. ക്രിസ്മസ് കാലമായതുകൊണ്ട് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഒരു പ്രത്യേക നിയോഗത്തിൽ അല്ലെങ്കിൽ എനിക്കൊരു ശക്തമായ ആത്മപ്രേരണ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് തന്നെ തീരുമാനിക്കാനും ഇപ്പോൾ ചെയ്യാനും ഇടയാവുന്നത്. അതിന് കാരണമായ ഒരു സംഭവം, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു പേഷ്യൻ്റ്, ആ കുട്ടിക്ക് ഒരു 20കളിലുള്ള ഒരു പയ്യൻ, അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, വൾണറബിൾ നാർക്കിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അവനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ലിങ്കും അതിൻ്റെ ഒപ്പം 2 ചോദ്യങ്ങളും എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ നോക്കിയപ്പോൾ ഒരു ചലച്ചിത്ര നടി അവരുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്നുള്ള പേരിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പോലെയുള്ള, അതായത് ഒരു ഇൻ്റർവ്യൂ ആണ്, അവരുടെ പ്രസ് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ് അവരയച്ചിട്ടുള്ളത്. മോഹൻലാൽ ഇസ് മൈ സ്പിരിച്വൽ ഗുരു എന്നുള്ളൊരു ടൈറ്റിലോട് കൂടിയിട്ടാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പയ്യൻ അതിൻ്റെ കൂടെ ചോദിച്ച ചോദ്യങ്ങൾ, ഇവർ ആത്മീയതയിൽ എൻലൈറ്റൻഡ് ആയിരുന്നു, ഓഷോയുടെ ഇതൊക്കെ ചെയ്തിട്ട് എൻലൈറ്റൻഡ് ആയിരുന്നു, അതുപോലെ മനഃശാസ്ത്രത്തിൽ അവർക്ക് പ്രാവീണ്യമുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, MSc എന്നൊക്കെ അതും അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ ഒരു സൈക്കിഡെലിക് കഴിച്ചാൽ, അത് ഹലൂസിനോജൻസിൽ പെട്ട ഒരു സൈക്കിഡെലിക് കഴിച്ചാൽ അവർക്ക്, അതായത് പെട്ടെന്ന് തന്നെ ആത്മീയമായിട്ടുള്ള ഒരു എവല്യൂഷനും സ്പിരിച്വൽ ഗ്രോത്തിനും ഒപ്പം മനോരോഗങ്ങൾക്കും, അതായത് മനസ്സിൻ്റെ കണ്ടീഷൻസും മൂഡ് ബെറ്റർ ആവാനൊക്കെ. അപ്പോൾ ചില സമയത്ത് ഈ വൾണറബിൾ എൻപിടിക്കാർക്ക് അവരൊന്നിനും കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സ്റ്റേജും ഗ്രാൻഡ്യോസും ഒക്കെ മാറി മാറി ഇങ്ങനെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനും മൂഡ് ബെറ്റർ ആവാനും ഒക്കെ ഞാനും ഇത് കഴിച്ചോട്ടെ. അതാണ് പയ്യൻ്റെ അഡ്വൈസ് ചോദിച്ചുകൊണ്ടാണ് ചോദ്യം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പെട്ടെന്ന്. കാരണം ഒരിക്കലും ഒരു ക്ലിനിഷ്യനെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം അത് ഒരു അഡ്വൈസബിൾ അല്ല എന്നുള്ളത് നമുക്ക് ഷുവറായ കാര്യമായതുകൊണ്ട് അതങ്ങനെ മുഴുവനും ആ വീഡിയോ കാണാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആണത് കണ്ടത്. അപ്പോൾ അതിൽ ആത്മീയതയും മനഃശാസ്ത്രവും, ഈ 2 മേഖലകളും സാമാന്യ ജനത്തിന് വളരെ കുറച്ച് ഗ്രാഹ്യമുള്ള മേഖലകളാണ്. അതായത് ആത്മീയ മേഖല ഈ 2ആണെങ്കിലും സാമാന്യ ജനത്തിന്, നമ്മുടെ പൊതുസമൂഹത്തിന് വളരെ വേഗമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ആധികാരികമായിട്ട് പറഞ്ഞാൽ അത് വിശ്വസിക്കാവുന്ന വിധത്തിലേ ഉള്ള ഒരു അവഗാഹം അല്ലെങ്കിൽ ആ ഒരു ബോധമാണ് കൂടുതലും നമ്മൾ ഉള്ളത്. കാരണം ഇത് ഒരു മിസ്റ്ററി ഉണ്ടല്ലോ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ശരിയായ ആത്മീയതയിൽ നിന്ന് മനുഷ്യരെ, അതവർ മനഃപൂർവ്വം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല, ഒരു മിസ്ലീഡിങ് ഫാക്ടർ പല മേഖലയിലും കണ്ടു ഞാൻ. അപ്പോൾ ആ 2 മേഖലയിലും അതിനേക്കാൾ വളരെ ആഴത്തിൽ പോകാനുള്ള കൃപ ഈശ്വരൻ തന്നതുകൊണ്ട് എനിക്കറിയണ കാര്യങ്ങൾ സമൂഹത്തിനോട് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ആ പയ്യൻ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാനത് അറിഞ്ഞു. അതുപോലെ എത്രയോ കുട്ടികൾ അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ അത് വളരെ വലിയ ആപത്തുണ്ടല്ലോ. അപ്പോൾ അതുമാത്രമല്ല, സീക്കേഴ്സ്, വളരെ ഒരു ത്വരയോടെ സീക്ക് ചെയ്യണ ആൾക്കാർ, ആത്മാന്വേഷികൾ വഴിതെറ്റാനും അത് കാരണമാവരുതെന്നുള്ളൊരിതിൽ എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണം. അവരതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളാണ്, ഞാൻ അതിൽ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യണത്. ഒന്ന്, ആദ്യമായിട്ട് പറഞ്ഞത് ഈ കാര്യം തന്നെ, അതായത് ഒരിക്കലും ഒരു പുറത്തുള്ള ഒരു സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കഴിച്ചിട്ടോ അങ്ങനെ നമുക്ക് നേടാവുന്ന കാര്യമല്ല ആത്മീയത. അങ്ങനെയല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ, നമ്മളുടെ ബോധതലം തന്നെ ഉയരണം.
അതാണ് അതിൻ്റെ ഒരു മാനിപ്പുലേഷൻ മാത്രമാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത ബ്രെയിനിനെ നമ്മൾ മാനിപ്പുലേറ്റഡ് ആണ് ആവണത്. അപ്പോൾ അതൊരിക്കലും അതൊരു സ്ഥായിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഒരു ഹലൂസിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡെല്യൂഷനിൽ ചിലപ്പോൾ കുറച്ച് നാൾ, അതായത് അങ്ങനെ ഒരു തോന്നൽ, ഒരു കുറച്ച് ദീർഘനാളത്തെ തോന്നലില്ല. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവരത് ട്രൈ ചെയ്ത് 14 വർഷം മുന്നേ അവരത് ട്രൈ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അവർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൽ 16 വർഷം മുമ്പ് ട്രൈ ചെയ്ത് അടുത്ത 14 വർഷം മറ്റോ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് തന്നെ തെളിവാണ്. അങ്ങനെ ഒരു അതൊരു ഒട്ടും കരണീയമായ, അല്ലെങ്കിൽ നമുക്കൊരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ അതിൽ പല രീതിയിലും നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റും. അതിൽ റിലിജൻ ആണെങ്കിൽ പല സ്ലോ ആണ് ഇത്, അല്ലെങ്കിൽ സ്പിരിച്വൽ മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, അതായത് സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടും അതൊരു എല്ലാത്തിനും ചിലതിലൊക്കെ ഒരു ക്വാണ്ടം ലീപ്പ് കിട്ടാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾക്ക് സ്ലോ മതിയെങ്കിൽ സ്ലോ മതി, അങ്ങനെയല്ല. എങ്ങനെയൊക്കെ പോയാലും ശരി, ഇത് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത് ആരും. അങ്ങനെ ഒരു മെൻ്റൽ ഡിസോർഡറിനും അത് ഹെൽപ്ഫുൾ ആവില്ല. കാരണം അത് പിന്നീട് ചിലപ്പോൾ സൈക്കോസിസ്റ്റ്, ഒരൊറ്റ തവണത്തെ സബ്സ്റ്റൻസ് അബ്യൂസ് പോലും സൈക്കോസിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അങ്ങനത്തെ കേസസ് എൻ്റെ പേഷ്യൻസിൻ്റെ ഇടയിൽ അങ്ങനെ വന്നവരുണ്ട്. ഒരൊറ്റ കഞ്ചാവിൻ്റെ ഒരൊറ്റ ഉപയോഗത്തിലൊക്കെ ഡിസോർഡർ വന്നവർ. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ആരും ചെയ്യരുത്, കുട്ടികൾ പ്രത്യേകിച്ച്, യങ്ങർ ജനറേഷൻ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ പല കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ ദൈവമാണെന്നുള്ള, അതായത് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗോഡാണ്, നമുക്കൊരു ഗോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് മനുഷ്യന്, അത് ശരിയാണ്. പക്ഷേ അത് സ്മോൾ ജി ഗോഡ്, ക്യാപിറ്റൽ ജി ഗോഡ് അല്ല, അത് ക്രിയേറ്റർ ഗോഡ്. ബാക്കിയെല്ലാം ക്രിയേഷൻസാണ്, എല്ലാം യൂണിവേഴ്സും മനുഷ്യനും എല്ലാം. അപ്പോൾ അപ്പോൾ അവർ പറയുന്ന ഒരു ലോജിക്ക് നമുക്കെടുക്കാൻ പറ്റുന്നതാണ്. അതായത് എല്ലാം ദൈവമാണല്ലോ, എല്ലാം. അപ്പോൾ ശരിയാണ്, എല്ലാം ഉളവായതെല്ലാം അവനിൽ നിന്നുളവായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ സർവം ബ്രഹ്മമയം എന്ന് ഹിന്ദു സ്ക്രിപ്ചേഴ്സിലൊക്കെ എല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പം അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ എനിക്ക് എന്താണ് ആധികാരികത എന്ന് എന്നെ അറിയില്ലല്ലോ മറ്റുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയ വഴികൾ പെട്ടെന്നൊന്ന് പറയാണ്. ഒരു 24-ാമത്തെ വർഷത്തെ ആത്മീയ ജീവിതത്തിൽ, അതിൽ ആദ്യത്തെ 16-17 വർഷത്തോളം ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നതും അത് എസറ്റിക് കൾച്ചറിനോടൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു വഴിയിലാണ്. ആത്മാന്വേഷണം, യോഗ, തന്ത്ര, പോസിബിളായ ഭാരതീയ സംസ്കാരത്തിലുള്ള ഒരുവിധമുള്ളതെല്ലാം, റേഖി, തന്ത്ര, ഓഷോയുടെ 112 വിജ്ഞാന ഭൈരവ തന്ത്രയുടെ മെഡിറ്റേഷൻസ്, പിന്നെ അത് മാത്രമല്ല ഓഷോയുടെ എല്ലാ പുസ്തകങ്ങളും, ഓൾമോസ്റ്റ് സീക്രട്ട് ഓഫ് സീക്രട്സ് വരെയുള്ള പുസ്തകങ്ങളുടെ പഠനം പല സ്കൂൾസ് ഓഫ് തോട്ടിൽ, കൃഷ്ണമൂർത്തി, രമണ മഹർഷി, വിവേകാനന്ദൻ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ലിറ്ററേച്ചറുകൾ കുറേ, അങ്ങനെ അത് കഴിഞ്ഞ് ക്രിയായോഗ, മന്ത്രയോഗകൾ കുറേ, ശ്രീവിദ്യ ഉപാസന ഏറ്റവും അവസാനമാണ്. ക്രിയായോഗ 2 സ്കൂൾസ് ഓഫ് തോട്ട്, YSS എന്നും പിന്നെ ബാബാജീസ് ക്രിയ എന്നും. അത് ഒന്ന് നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക് 144 ക്രിയ തരില്ല, അപ്പോൾ അതിൻ്റെ ഹയർ സ്കൂൾ ഓഫ് ഏൻഷ്യൻ വിസ്ഡത്തിൽ നിന്ന് അവിടെ അതിലെല്ലാം ആത്മാനുഭവങ്ങൾ. ഇപ്പോൾ യോഗീന്ദ്ര അവിടെ വെച്ച് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ് സമാധി എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ ലെവിറ്റേഷൻ, പിന്നെ ഗോൾഡൻ ഫ്ലവർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഐസയ 62 പറയണ പോലെയുള്ള കാര്യങ്ങൾ, ചെവിയിലുള്ള നാദബ്രഹ്മത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ശബ്ദം, അല്ലെങ്കിൽ ആ ഹോളി സ്പിരിറ്റിൻ്റെ വോയിസ്നോ, അല്ലെ പിന്നെ ട്യൂമൾട്ട്, ഹെസക്കിയൽ 1:24 ബൈബിളിൽ പറയുന്ന പോലെ, അങ്ങനത്തെ ആ എക്സ്പീരിയൻസുകളെല്ലാം ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്ത് അങ്ങനെ ഉള്ള ഒരു ആത്മാന്വേഷണത്തിൽ അവസാനം ഹംസവിദ്യ, ശ്രീവിദ്യ ഉപാസന, അതിൻ്റെ കൂടെ ഉപനിഷത്തുക്കൾ എല്ലാം വായിച്ച കൂട്ടത്തിലുള്ള, അതുപോലെ ടാവോയിസം, സെൻ ബുദ്ധിസം, ബുദ്ധിസ്റ്റ് വിപസന, അത് പക്ഷേ അധികം ഒരുപാട് ചെയ്തിട്ടില്ല, അനപ്പാന ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ശ്രീവിദ്യ ഉപാസന എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്
പ്രാക്ടീസിൻ്റെ ഇടയിൽ, അതായത് അതിൻ്റെ ഹയസ്റ്റ് ലെവൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ടെറിഫൈങ് എക്സ്പീരിയൻസിൽ കൂടെ പോവും. ഒരു ഡീപ്പ് ആബിസിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡാർക്കായി ഒരു ഇരുട്ട് പിടിച്ച ഒരു ഇതിലേക്ക് ഞാനിങ്ങനെ ബോട്ടംലെസ് പിറ്റ് എന്നൊക്കെ പറയണ പോലെ വീണ് പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ അതുവരെ ഉപാസിച്ച എല്ലാ മൂർത്തികളെയും ഗുരുക്കന്മാരെയും എല്ലാം വിരിച്ച് കരഞ്ഞപ്പോഴും എനിക്ക് ഒരു വ്യത്യാസമില്ലാതെ താഴേക്ക് തന്നെ പോകുമ്പോൾ അവസാനം യേശുവേ എന്നുള്ളൊരു പേരിലാണ്, യേശുവിന് പേര് വിളിച്ചപ്പോഴാണ് ഒരു സഡൻ സ്റ്റോപ്പ് വന്ന് നിന്നതും. അതൊരു ലൈറ്റിലേക്ക്, ആ വെളിച്ചം ഇരുട്ട് മാറി വെളിച്ചത്തിലേക്കും ഞാനൊരു എൻകൗണ്ടർ, ഒരു ജീസസ് ക്രൈസ്റ്റിനോട് ഒരു എൻകൗണ്ടറിലൂടെ യേശു ക്രിസ്തു എന്ന സത്യം എൻ്റെ മുന്നിൽ തെളിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അതിൽ നിന്ന് പുറത്തു വന്നിട്ട് പിന്നെ ഞാൻ അന്വേഷിച്ചത് ആരാണ് യേശു ക്രിസ്തു എന്നാണ്. അതുവരെ ഞാൻ ഫിലോസഫറാണ്, ഒരു എൻലൈറ്റൻ മാസ്റ്ററാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങനെ അതിലൊരാളെന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ ഒപ്പം കുംഭമേള, പൂർണ്ണ മഹാകുംഭ വസന്ത പഞ്ചമി ദിവസം അന്ന് പോയിട്ട് അവിടെ ഹോളി ഡിപ്പ് എടുക്കുക, അങ്ങനത്തെ ഗംഗയുടെ തീരത്ത് കിടന്നുറങ്ങി വൈക്കോലിൽ പുലർച്ചെ 3:30 മണിക്ക് പോയി ഹിമാലയൻ ഗ്ലേഷ്യറിൻ്റെ ആ തണുപ്പിൻ്റെ ഒരു ഇതിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. എന്തായാലും ഈശ്വരനെ കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ആത്മാന്വേഷണം. ഒരു ആദ്യം ട്രിഗർ വേറെ ഒരു കാരണമായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് വലിയൊരു സ്നേഹത്തിലേക്ക്, ദൈവത്തോടുള്ള വലിയൊരു സ്നേഹത്തിലേക്ക് നിറഞ്ഞ അങ്ങനെ ഒരു ആത്മാന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഞാൻ ഭയങ്കരമായ റെവലേഷൻസാണ് പിന്നീട് യേശുക്രിസ്തു ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയത്. ട്രഷർ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നുള്ള പേരിൽ ഞാൻ അതെല്ലാം ഒരു റെക്കോർഡുകളായിട്ട് ഒരു ബുക്കായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ സയൻസിലാണെങ്കിൽ, മനഃശാസ്ത്രത്തിലാണെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി, കുറേ നാളത്തെ ഒരു 1.5 ഡെക്കേഡിൻ്റെ കൺസൾട്ടേഷൻ എക്സ്പീരിയൻസും, പിന്നെ ഒരു മെഡിക്കൽ ന്യൂറോ സയൻസിലുള്ള അഡ്വാൻസ് മെഡിക്കൽ ന്യൂറോ സയൻസിൽ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫൈഡ് കോഴ്സ്, ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പറയട്ടെ. എനിക്ക് പേഴ്സണലി അവരോട് അപ്രിസിയേഷനേ ഉള്ളൂ. ആസ് ആൻ ആക്ട്രസ് വളരെ നല്ല നടിയാണ്. എല്ലാ കാര്യങ്ങളും ആ രീതിയിലൊന്നും ഒരു വിയോജിപ്പില്ലെങ്കിൽ പോലും ഇത് മറ്റുള്ളവർക്ക് അതൊരു ദോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ എൻ്റെ മുന്നിൽ കണ്ടതിനോട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. അത് അവർക്കും അത് ഗുണമാവണം. അതുപോലെ അറിയുന്നവർ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും അവരതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അതായത് അപ്പോൾ ഞാൻ ദൈവമാണ്, അതെല്ലാം ദൈവമാണല്ലോ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ എല്ലാം ദൈവമാണ്, അതുകൊണ്ട് ഞാനും ദൈവമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല അത് പറഞ്ഞാൽ. പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈവത്വം, അതിൽ നമ്മൾ എല്ലാം എവറിത്തിങ് ഈസ് ഗോഡ്. പക്ഷേ ഭൂമിയിലേക്ക് അത് സൃഷ്ടിയായിട്ട് വന്നു കഴിയുമ്പോൾ അതിന് മായയുടെ ടച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡീകെ അല്ലെങ്കിൽ ജീർണതയുടെ സ്പർശം അതിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല, മാറ്റത്തിൻ്റെ നിഴലില്ല, ജീർണിക്കില്ല. ബാക്കിയുള്ളതെല്ലാം മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്, ഓരോ നിമിഷവും മാറിക്കൊണ്ടായിരിക്കുന്നത് എല്ലാം. അപ്പോൾ അതിൻ്റെ ഈ ജീർണതയ്ക്ക് തൊടാൻ പറ്റാത്ത സ്റ്റേജിലുള്ളതാണ് ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് മാത്രം ജീർണത തൊടാൻ പറ്റാതിരുന്നത്. കാരണം ദൈവം തന്നെ ഭൂമിയിൽ വന്ന് അവതരിച്ചതാണ് യേശുക്രിസ്തു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഇപ്പം നമുക്ക് ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്. പക്ഷേ അവരെല്ലാം എവിടെയാണ് നമുക്കിപ്പോൾ മരിച്ചു കഴിഞ്ഞും പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ആ മരണത്തെ തൊടാൻ പറ്റാത്ത, ജീർണതയ്ക്ക് തൊടാൻ പറ്റാത്ത ഒരു ആ ദൈവത്വം, അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ മുകളിൽ അധികാരം ഉള്ള ആ ഫോഴ്സ്, അതാണ്. അത് മറ്റേതെല്ലാം നമ്മൾ ഈ മൈൻഡിൻ്റെ
പവർ, അല്ലെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് ചെയ്യണ പോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് യൂണിവേഴ്സ്, അതെല്ലാം മെറ്റീരിയൽ വേൾഡിൽ പോസിബിളാണ്. പക്ഷെ സാൽവേഷന് അത് പോരാ. സാൽവേഷൻ മരണത്തെ ജയിച്ച, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു എന്താ പറയുക, ഇറ്റേണൽ ലൈഫ്, അല്ലെങ്കിൽ ജീവൻ, നിത്യജീവൻ എന്നുള്ള, അല്ലെങ്കിൽ സോൾ. അപ്പോൾ അതിൽ രമണ മഹർഷിയൊക്കെ കൊട്ടേഷൻസൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിക്കണ, അതായത് ഞാൻ ഈ ശരീരമാണോ മനസ്സാണോ എന്നുള്ള ഭാഗം. അപ്പോൾ അത് സത്യത്തിൽ നമ്മൾ ഈ സ്പിരിറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ്. സ്പിരിറ്റ് മാത്രമല്ല, സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ട്, അത് ദൈവത്തിൻ്റെ അംശമാണ്. ഓക്കെ, ദൈവത്തിലേക്ക് ചേരുകയും ചെയ്യും. പക്ഷേ സോൾ, സീറ്റ് ഓഫ് കോൺഷ്യസ്നസ്, അതിൻ്റെ ടൈൻഡാണ്, അല്ലെങ്കിൽ അതിൽ ഉള്ള ഈ എലിമെൻ്റാണ് ഈ പാപത്തിൻ്റെ എലിമെൻറ്റ്, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഒരു മായയുടെ എലിമെൻറ്റ്, ജീർണതയുടെ ടച്ച്, അതിലെ മെറ്റീരിയൽ ബൗണ്ട് കോൺഷ്യസ്നസ്, അതൊക്കെയാണ് നമുക്ക് അഹത്തിൻ്റെ ഭാവമുള്ളതിനെ. ആ അഹം മാറിയിട്ട് പകരം ദൈവം വരണം. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് റൂട്ടഡ് ആവുക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു, ക്രിസ്തു അത്ര എന്നിൽ നിന്നുള്ള ഇതിലൊക്കെ വളരെ ആഴത്തിലുള്ളൊരു ആത്മീയതയാണ് ഞാൻ ഈ ക്രിസ്തു ദർശനത്തിൽ കണ്ടത്. അങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഞാൻ ദൈവമാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു കാറ് നമുക്ക് മോഡൽ ചെയ്തിട്ട് നമുക്ക് പ്ലെയിൻ്റെ ബോഡി കൊടുക്കാം, എയർപ്ലെയിനിൻ്റെ ബോഡി കൊടുക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ പ്ലെയിനാണ്, പക്ഷേ പ്ലെയിൻ ആണെങ്കിൽ പറക്കണം അല്ലേ. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ട്, ദൈവത്തിന് എപ്പോഴും അതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് നമുക്ക് അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് അതിനുള്ള സീഡുണ്ട്, എല്ലാ മനുഷ്യരിലും അതിനുള്ള സീഡുണ്ട്, പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ അത് നിർബന്ധമായിട്ടും അത് ജേർമിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുകയും അതിനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ, ആത്മീയമായിട്ടുള്ള നമ്മൾ ഭക്ഷണം ശരീരത്തിന് കൊടുക്കണ പോലെ തന്നെ അതിന് ആത്മാവിനുള്ള രീതിയിൽ, ശരിയായ രീതിയിൽ അന്വേഷണം പോയി അതിനെക്കുറിച്ചുള്ള അവഗാഹത്തിൽ ഒരു അറിവിൽ മാത്രമാണ് അത് കിട്ടുള്ളൂ. അല്ലാതെ അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഞാൻ ദൈവമാണെന്ന് വിചാരിച്ച് പോയാൽ പിന്നെ നോ മൈൻഡ് ആണെന്നുള്ളതാണ് വേറൊരു, അത് ഓഷോ പറയുന്ന ഒരു ടേമാണ് നോ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഈ നോ മൈൻഡ് മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം മൈൻഡ് ഉണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ മൈൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൈൻഡല്ല ശരിക്കും സെൽഫ് മരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് സെൽഫിൻ്റെ മൈൻഡ് മാറിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മൈൻഡ് വരികയാണ്, അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മൈൻഡ് വരിക. അതാണ് അതിലുള്ള ശരിക്കുള്ള ആത്മീയതയുടെ ദർശനം. അപ്പോൾ അല്ലാതെ മൈൻഡ് ഇല്ലയെന്ന് വിചാരിച്ചാൽ നമുക്ക് മനോരോഗങ്ങൾ വരില്ല എന്നാണ് അവർ പറയുന്നത്. മൈൻഡ് ഇല്ല എന്ന് വിചാരിച്ചാൽ ഈ മനോരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും പേഷ്യൻറ്റിനോട് പറഞ്ഞു നോക്കും മൈൻഡ് ഇല്ല എന്ന് വിചാരിക്കുന്നു. അതൊരു അബ്സേർഡായിട്ടുള്ള ഒരു ഒട്ടും അത് പ്രാക്ടിക്കൽ അല്ല ആയ ഒരു കാര്യമല്ല. എൻ്റെ അല്ല മൈൻഡെന്ന് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ ഡിസോൺ ചെയ്യാം, അതിനെ റിജക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ചില നല്ല കാര്യങ്ങൾ, അതിൽ NLP പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വാക്കുകൾ പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ട്രിഗർ വരുന്ന, അല്ലെങ്കിൽ അതിനെ ലൈഫിനെ സ്റ്റിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്കുകളെ ഉപയോഗിക്കുന്ന ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് അസോസിയേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഐ എം അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, അങ്ങനത്തെയൊക്കെ അതൊക്കെ ഹെൽപ്ഫുള്ളാണ്. സജഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഹെൽപ്ഫുൾ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഞാൻ ദൈവമാണ്, അത്രയേ ഉള്ളൂ, ഒരു ആഹാ മൊമെൻറ്റ് അതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഒരു കടൽ പോലെയാണ് ദൈവം. ആത്മീയത എന്ന് വെച്ചാൽ ഒരു കടലാണ്. ആ കടലിൽ കുറച്ച് ഒരു കൈക്കുമ്പിൾ കിട്ടിയാൽ അത് നക്കി നോക്കുമ്പോൾ ഉപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാം മനസ്സിലായി. കടലിൽ വേറെ എന്തൊക്കെയുണ്ട്, നമ്മൾ ആ കിട്ടിയ അത് നമുക്ക് മറ്റുള്ളവർ അതിൽ കൂടുതൽ കുടത്തിൽ എടുക്കണവരെടുത്തോട്ടെ. അപ്പോൾ നമ്മൾ അതത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിർത്താനുള്ളൊരു ആഹ്വാനം അല്ല, അത് സത്യസന്ധമായിട്ടുള്ള സത്യാന്വേഷികൾ അന്വേഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ
അപ്പുറത്തുണ്ട്. ഡാർക്ക് ആബിസിൽ ഓഷോയുടെ ബുക്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ അതിലും പറയുന്നുണ്ട്. പക്ഷേ ഈ ഡാർക്ക് ആബിസിൻ്റെ അപ്പുറത്ത് എപ്പോഴും എനിക്ക് ഓഷോയുടെ ബുക്സ് വായിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നൊരു വലിയ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന കാര്യം, വെളിച്ചമായ ദൈവം എങ്ങനെയാണ് ഈ ഇരുണ്ട ഗർത്തത്തിൽ ആ ഡാർക്ക് ആബിസിലാണ് ഒരു ആത്മാന്വേഷണം അവസാനിക്കുന്നതായിട്ട് ബുദ്ധനൊക്കെ പറയണതിൽ. അപ്പോൾ അതെങ്ങനെ ശരിയാവും? വെളിച്ചമായ ദൈവത്തിൽ ഇരുട്ടിൽ അവസാനിക്കാൻ പാടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓരോരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൻ്റെ അടുത്തടുത്ത, അതായത് എനിക്ക് തൃപ്തിയില്ല, ഫുൾ സത്യം കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നലുകൊണ്ട് അതിൻ്റെ അടുത്ത അങ്ങനെയാണ് ഹയസ്റ്റ് ലെവലാണ് ശ്രീവിദ്യോപാസന സമയാചാരത്തിൽ ചെയ്തത്. അപ്പോഴാണ് ഞാൻ പക്ഷേ കണ്ടെത്തിയത് ക്രിസ്തുവിനെയാണ്. ഞാൻ അന്വേഷിച്ചത് വേറെ റൂട്ടിലാണെങ്കിൽ പോലും. അങ്ങനെ പിന്നെ അതിൽ വേറെ ഇതിൽ ഈ നോ മൈൻഡ് ആണെന്ന് പറയുന്ന കാര്യങ്ങളോട് അവരുടെ തന്നെ പിന്നീടുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ പോക്കിൽ തന്നെ അതിനുള്ള ഖണ്ഡിക്കൽ വരുന്നുണ്ട്. അതായത് ഇത് അവർ എല്ലാ കാര്യങ്ങളും അവർ റെട്രോസ്പെക്റ്റിലാണ് പറയണേ. അതായത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയണം. അതിനൊക്കെ ഞാൻ മാനിക്കണം. അത് ഒരു ഡാർക്ക് എപ്പിസോഡ് വളരെ ധൈര്യത്തിൽ ഒരു തരണം ചെയ്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ മാനിക്കണം. പക്ഷെ അതിന് നമ്മൾ മറ്റുള്ളവർക്കത് ഇതാണ് എൻ്റെ അനുഭവം അവിടെ പറഞ്ഞ് നിർത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ അതൊരു നമ്മളൊരു മറ്റുള്ളവരെ അത് മിസ്ലീഡ് ചെയ്യുന്നതിലാണ് വിഷമം. അപ്പോൾ അങ്ങനെ അതായത് അതിൽ അവർ പറയണ ഒരു കാര്യം, പ്രത്യേകമായിട്ട് പറയണ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭാരതമാണോ ഇന്ത്യ ആണോ നല്ല, ഇന്ത്യക്ക് പറ്റിയ പേര് അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഭാരതം ആണ് അത് പണ്ട് തൊട്ടേ ഉള്ള പേര് അതല്ലേ, അപ്പോൾ അതിലാണ് കൂടുതൽ. അപ്പോൾ പാസ്റ്റിനോടൊക്കെ ഉള്ള ഒരു ക്ലിങ്ങിങ് ഒക്കെ തന്നെ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഇതാണ് ഒന്ന്. രണ്ട്, നമുക്ക് ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ റിയലൈസ്ഡ് എൻലൈറ്റൻഡ് സോൾസ് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ അഭിപ്രായം നമുക്ക് ദൈവികമായിട്ടുള്ളത് മോക്ഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായം വരുള്ളൂ. കാരണം ദ്വൈതം മാറി. ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ദ്വൈതം പോയി, അദ്വൈതനാണ് ദൈവം. അപ്പോൾ ഇത് നല്ലത് ചീത്ത എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല സത്യത്തിൽ. എന്താണോ ഇപ്പോൾ ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ ആപ്റ്റായ പേര്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ എന്നുള്ള പേര്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ആ അദ്വൈതത്തിലുള്ള ഒരു ചിന്താധാര ആ രീതിയിലാണ് വരണല്ലോ. അപ്പോൾ പിന്നെ ജെമ്മോളജി, ആസ്ട്രോളജി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ന്യൂമറോളജി, ഇതിനെയൊക്കെ എൻഡോസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടപ്രപഞ്ചത്തിന് എൻ്റെ മേലുള്ള ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു കല്ലിന്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ എനർജി സയൻസിലൊക്കെ ഒരുപാട്, അതായത് എല്ലാ എനർജി സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്, ഹോളിയാണെന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഇതിലൊക്കെ കൈവച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുകയും ഇതൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഗ്രാഫോളജി, ജെമ്മോളജി, എവറിത്തിങ്, ഒരു അസ്ട്രോളജി, ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തിട്ടുള്ള ഒരുതരം ജീവിതമാണ്. അതല്ല ഹയർ ലൈഫ്, അതല്ല ദൈവത്തിൽ എൻലൈറ്റൻഡായ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക്, അതായത് സോഴ്സസ് വിതിൻ, അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ള ജീവിതമാണ് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ റിയലൈസ്ഡ് സോൾ ജീവിക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്കാണ് എടുക്കുക. അതായത് എവറിത്തിങ് ഈസ് ഇൻസൈഡ് യു. അപ്പോൾ പുറത്തുള്ള ഒരു സാധനത്തിനും അവിടെ ഒരു വിശ്വാസവും അതിനോട് ബന്ധപ്പെടുത്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പുറത്തുള്ള ഒരു കാര്യവും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. അവിടെ അതിനൊരു എഫക്റ്റും എൻ്റെ മേലെ ഇല്ല. ട്രാൻസെൻഡൻ്റ് ആണ്. കാരണം വേൾഡിനെ തന്നെ ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിന് എവിടെയാണ് പിന്നെ പ്രസക്തി? അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ, അതുപോലെ നമ്മൾ ഇപ്പോൾ ഹിന്ദുയിസം, അല്ലെങ്കിൽ നമുക്ക് സത്യത്തിൽ മനുഷ്യൻ തന്നെ ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. അല്ലാതെ നമ്മൾ അതിലൊരു വേർതിരിവ്, അല്ലെങ്കിൽ ഹിന്ദുയിസം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിനെ ഭാരത സംസ്കാരത്തിനെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിൽ പറയണത് കേട്ടു. അപ്പോൾ ഹിന്ദുയിസം സത്യത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, വേറെ ബാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, നേപ്പാളിലൊക്കെ ഒരുപാട് 80% കൂടുതൽ ഹിന്ദുസ് ഉണ്ട് ബാലിയിൽ, ഇന്തോനേഷ്യയിൽ. ഞാനവിടെ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ, അതായത് ഞാൻ പറഞ്ഞത് അതിൽ ഫാക്ച്വൽ എറേഴ്സ് പോലും അതിൽ
അതിൽ വന്നിട്ടുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം മേലെ ചിന്തിക്കണം. അല്ലെങ്കിൽ മനുഷ്യനെ ഒരു വ്യത്യാസവും ഇല്ലാതെ 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ അന്ന് പോയത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഭയം, പിന്നെ 2 ഭിന്നത. അതായത് ഞാൻ വേറെ ആൾ അല്ലെങ്കിൽ അയാൾ വേറെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം. അതായത് ദൈവത്തിന് എല്ലാവരും ഒന്നല്ലേ, എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ നിന്നുള്ള ഒരേ സോഴ്സിൽ നിന്നുള്ളവർ എത്തേണ്ടതും ഒരു സ്ഥലത്തേക്ക് തന്നെ എന്നുള്ള ഒരു കോൺസെപ്റ്റാണല്ലോ ഉള്ളത്. അപ്പോൾ അതും പിന്നെ ഈ യേശുക്രിസ്തു ആരാണെന്നുള്ള ഒരുപാട് വന്ന തിരിച്ചറിവുകൾ, ഈ 2 കാര്യങ്ങൾ എനിക്ക് വളരെ ശക്തമായ ഒരു സത്യത്തിൻ്റെ വഴി തുറന്നു വന്നു. അപ്പോൾ ഈ സത്യത്തിൻ്റെ വഴി ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് എല്ലാവരും അന്വേഷിച്ച് സ്വയം കണ്ടെത്തുമ്പോൾ അതല്ലാതെ നമ്മൾ വേറെ ആളുടെ സത്യം ഒരിക്കലും എൻ്റെ സത്യമാണെന്ന് വെറുതെ വിചാരിച്ചിട്ട് എടുക്കരുത്. എപ്പോഴും നമ്മൾ അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, അൺഫോർച്ചുനേറ്റ്ലി ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ പോലും അതായത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ബോട്ടിൽസിൽ നമ്മൾ കുഴപ്പമുള്ള സാധനങ്ങൾ കൊടുക്കണ പോലെ ആയിപ്പോവും. കാരണം ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടമാണ്. യൂണിവേഴ്സാണ് ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സൽ ക്രിയേഷനാണ്, ക്രിയേറ്ററാണ് ഗോഡ്, ക്രിയേറ്റർ, സർവശക്തനായ ദൈവം. അത് ഹോളി ഓഫ് ഹോളീസ്. അതിങ്ങനെ നമ്മൾ സൂത്രപ്പണികളുകൊണ്ടോ നമ്മൾ അങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രോസസ്സിൽ ആ സോളിലെ കോൺഷ്യസ്നെസ് ലെവൽ മാറും. അതിനെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ വീണ്ടും ഞാൻ അറിയിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു തരത്തിലോ ആക്ട്രസിന് ഒരു മനോവിഷമം പോലും ഉണ്ടാക്കാൻ ഇത് കാരണമാവരുത്. അവരെ അങ്ങനെയുള്ളൊരു ഡെറഗേറ്ററി റെഫറൻസുകളിലേക്കൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയോ ഇൻറ്റൻഷനോ ഇതിൻ്റെ പിന്നിലില്ല. തീർച്ചയായിട്ടും അതിന് മറ്റുള്ള ആത്മാന്വേഷികൾക്ക് അല്ലെങ്കിൽ മനസ്സിൻ്റെ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർ അതിൽ നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് എടുക്കാതിരിക്കുക എന്നുള്ളൊരു ചെറിയ അഡ്വൈസാണ് ഞാൻ ഈ വീഡിയോയിൽ തരാൻ വിചാരിക്കണം. സത്യത്തെ അന്വേഷിക്കൂ, സത്യം നിങ്ങളെ വിളിക്കണം. ഞാൻ അറിഞ്ഞ സത്യമാണ് യേശുക്രിസ്തു. നിങ്ങളെല്ലാവരും ആ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കണോ, ആഗ്രഹിക്കണോ, പ്രാർത്ഥിക്കണം. God bless you all. Praise the Lord.